പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് അണികളും പ്രവർത്തകരുമൊക്കെ നൽകുന്നത് വെറും ഡോഗ് വിലയാണെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പുതുയുഗ യാത്രയുടെ വേദിയിൽ പ്രസംഗിക്കാനെത്തുന്ന വി.ഡി. സതീശൻ തമ്പ്രാൻ മനോഭാവത്തോടെ ആരും മിണ്ടരുത്, ആരും ശബ്ദിക്കരുത്, ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ എല്ലാവരും ഊമയായിരിക്കണം എന്ന രീതിയിൽ പ്രവർത്തകരെയും നേതാക്കന്മാരെയും അണികളെയും സതീശൻ പറഞ്ഞു വിലക്കുമ്പോൾ സതീശൻ്റെ വാക്കിന് ഡോഗ് വില കൽപ്പിച്ചുള്ള പ്രവർത്തകരുടെയും അണികളുടെയും ആ ഒരു ഇടപെടൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ഏറ്റവും ബഹുമാന്യരായ ഏറ്റവും ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജനങ്ങളുടെ ഹൃദയ കണ്ടല്ലോ. സതീശൻ സംസാരിക്കാൻ വരുമ്പോൾ സദസ്സിലിരിക്കുന്ന അണികളിൽ ചിലരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. സതീശ തമ്പ്രാൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഉടനടി മൈക്കിൽ കൂടി മിണ്ടാതിരിക്കണം, അനങ്ങാതിരിക്കണം, ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടേ മിണ്ടാവൂ എന്നുള്ള തരത്തിൽ തമ്പ്രാൻ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന സതീശനോട് സത്യത്തിൽ തിരിച്ച് ആ പ്രവർത്തകരും അണികളും ചെയ്തത് തന്നെയാണ് ശരി. കാരണം സതീശന്റെ വാക്ക് കേൾക്കാതെ അവർ പിന്നെയും സംസാരിക്കുകയാണ്. ഇതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സതീശൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് സദസ്സിലിരിക്കുന്ന അണികൾക്ക്, പ്രവർത്തകർക്ക്, നേതാക്കന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇയാൾ പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഇയാൾ എന്തെങ്കിലും കള്ളത്തരവും പൊങ്ങച്ചവും ഒക്കെ പറഞ്ഞിട്ടങ്ങ് പൊക്കോളും, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പ്രവർത്തകരും നേതാക്കന്മാരും അണികളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ സതീശ് തമ്പ്രാൻ ഇത് അങ്ങോട്ട് പിടിക്കുന്നില്ല. കാര്യം തമ്പ്രാൻ മനോഭാവമാണല്ലോ സതീശന്റെ ബേസ്മെന്റ്. സദസ്സിലിരുന്ന പ്രവർത്തകരും അണികളും സംസാരിക്കുന്ന കേട്ട സതീശന്റെ മുഖഭാവമൊക്കെ ഒന്ന് കാണണം. കലിപൂണ്ട് വിറയ്ക്കുകയായിരുന്നു സതീശൻ. പക്ഷേ സതീശനോട് ഒന്നേ പറയുവാനുള്ളൂ, കാലം മാറി. തമ്പ്രാൻ മനോഭാവത്തോടു കൂടി പ്രവർത്തകരോടും പാർട്ടിയെ വിശ്വസിച്ച് വരുന്ന അണികളോടുമൊക്കെ വലിയ മുട കാണിക്കാൻ നിന്നാൽ അവർ തിരിച്ചെടുത്ത് ഉടുത്തിട്ട് പോകും. സ്ഥിരം കാഴ്ചയാണിത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത്. സതീശന് വേണ്ടിയിട്ടല്ല അവർ അവിടെ വന്നിരിക്കുന്നത്, മറിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന മുത്തശ്ശി പ്രസ്ഥാനത്തിൻ്റെ കൊടിപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ അണികളൊക്കെ അവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടല്ല. അപ്പോൾ സതീശന് പൊതുവേ പാർട്ടിക്കകത്ത് ഡോഗ് വിലയാണ്. ആകെ കുറച്ച് വിലയുണ്ടായിരുന്നത് സതീശൻ ആരാണെന്ന് മനസ്സിലാകാതിരുന്ന അണികൾക്കിടയിലായിരുന്നു. പക്ഷേ ഇത്രയും അധികം പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും നിരന്തരം വിളിച്ചു കൂവുന്ന സതീശനെ ഇപ്പോൾ അണികളും മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് സതീശ തമ്പ്രാൻ സംസാരിക്കാൻ വരുമ്പോൾ അനങ്ങാൻ പാടില്ല, ഉരിയാടാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന വയ്ക്കുന്നിടത്ത് സതീശനെ മറികടന്നുകൊണ്ട് അണികൾ സംസാരിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും, എന്തിനേറെ പറയുന്നു, സതീശനെ തെറിവിളിക്കുന്ന സംഭാഷണങ്ങൾ പോലും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സതീശന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് വെറും ഡോഗ് വിലയാണ്. മുഖ്യമന്ത്രി ആകാം എന്നൊരു വിചാരം സതീശനുണ്ടെങ്കിൽ ആദ്യം ഒരു MLA ആയിട്ടെങ്കിലും ഒന്ന് ജയിക്കാൻ നോക്ക് എന്നേ പറയുവാനുള്ളൂ. എന്തായാലും പറവൂറുള്ള ജനങ്ങളൊക്കെ സതീശനെ എഴുതിത്തള്ളി എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് തമ്പ്രാൻ മനോഭാവത്തോടു കൂടി ഞാനാണെന്തോ വലുത് എന്നുള്ള അഹംഭാവം സാധാരണക്കാരായ പ്രവർത്തകരോടും അണികളോടും കാണിക്കുമ്പോൾ വെറും ഡോഗ് വില നൽകി സതീശനെ മൂലക്കിരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഓരോ പ്രവർത്തകരുടെയും അണികളുടെയും ഇടയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്.